ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി, ഏകദേശം എനിക്കൊന്ന് 2 ആഴ്ചയോളം ആയിട്ടുണ്ട് ഇപ്പോൾ യൂബറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ഇന്ന് അധികം ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു ടോപ്പിക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഡെയിലി നമ്മൾ ഒരേ വിഷയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രിപ്പ് ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും. അപ്പോൾ ഇന്ന് പക്ഷേ നമ്മൾ യൂബർ തന്നെയാണ് ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ വിഷയം അതല്ല. ഇന്ന് നമ്മുടെ വണ്ടിയുടെ 4 ടയറും മാറ്റാൻ പോണെയാണ്. ഏകദേശം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 1,27,410 കിലോമീറ്റർ ആയിട്ടുണ്ട്. വണ്ടിയുടെ 3 ടയർ, അതായത് റണ്ണിങ്ങിലിരിക്കണ 3 ടയർ ഒരുവിധം തേഞ്ഞിട്ടുണ്ട്. ഒരു ടയർ കുറച്ചും കൂടെ ഇത്തിരി കട്ടയുണ്ട്. അപ്പം നമ്മൾ ഈ 3 ടയർ മാറ്റുകയും പിന്നെ സ്റ്റെപ്പിനായിട്ടിരിക്കണ ടയർ വളരെ മൊട്ടയാണ്. അപ്പോൾ ഈ മൊട്ടയായിട്ട് ഈ സ്റ്റെപ്പിനി ടയർ ഉൾപ്പെടെ, അതായത് നല്ല കട്ടയുള്ള ഒരു ടയർ നേരെ സ്റ്റെപ്പിനിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സ്റ്റെപ്പിനായിട്ടിരിക്കണ മുട്ട ടയർ നമ്മൾ നേരെ പുതിയ ടയർ വെച്ച് 4 ടയറും പുതിയതാക്കി റണ്ണിങ് ചെയ്യും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഏകദേശം 7 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മൾ മറ്റേ ടയർ മാറ്റിയിടാൻ പോണ കടയ്ക്ക്. അതായത് ഗ്ലോബൽ ടയേഴ്സ് ആലുവയാണ് കമ്പനിപ്പടിയിലുള്ളത്. അപ്പം അങ്ങോട്ടേക്കാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ വെറുതെ അത്രയും ദൂരം കാലിടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതി ഇപ്പോൾ നമ്മളിതേ ഗ്ലോബൽ ടയേഴ്സിൻ്റെ അഡ്രസ്സ് വെച്ച് ഡെസ്റ്റിനേഷൻ ഇട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടില്ല. നമുക്ക് ആലുവ വരെയെങ്കിലും ഓട്ടം കിട്ടണം. അതിനു വേണ്ടിയാണ്. ആലുവ അല്ലെങ്കിൽ കളമശ്ശേരിയിലൊക്കെ ഓട്ടം കിട്ടിയാലും മതിയാവും. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു 150-150 രൂപയോളം നമുക്ക് റണ്ണിങ് കിട്ടും. പിന്നെ അവിടെ എങ്ങനെയായാലും ഇത് മാറ്റി ഏകദേശം ഇട്ട് വരുമ്പോൾ എങ്ങനെയായാലും 2 മണിക്കൂറെങ്കിലും പിടിക്കും. ഏകദേശം ഇന്നത്തെ ചിലവ്, ഇതിനായിട്ട് ചിലവാക്കേണ്ടി വരുന്ന തുക ഏകദേശം 18 അല്ലെങ്കിൽ 19 രൂപയോളം വേണ്ടി വരും. അതായത് 18,000. കാരണം ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായി ഗ്ലോബൽ ടയേഴ്സിൽ. അപ്പോൾ ഏകദേശം ഒരു ടയറിന് 4,500 നോർമൽ പ്രൈസ് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ 4,500 ആണെങ്കിൽ 4 ടയറിനും കൂടെ ഏകദേശം 18 രൂപയോളം വേണ്ടി വരും. അപ്പം 4 ഒരുമിച്ച് എടുക്കണതുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അത് നമുക്ക് വേണ്ട രീതിയിൽ റെഡിയാക്കാം എന്നാണ് പറഞ്ഞത്. കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രിപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ 2 ആപ്പ് മാത്രം ഓൺ ചെയ്തിട്ടുള്ളൂ. ഒന്ന് യൂബറും പിന്നെ ഒന്ന് യാത്രയും. അപ്പോൾ ഈ 2 ട്രിപ്പിലും നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്, യാത്രയിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗ്യം. കാരണം കമ്മീഷൻ ഒന്നും കൊടുക്കേണ്ട, ഡയറക്റ്റ് കാശാണ്. പക്ഷേ യൂബറിൽ കമ്മീഷൻ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് കാലി അടിച്ച് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈം 2:35 ആയിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ വെയിറ്റ് ചെയ്യും കേട്ടോ. കാരണം വെച്ചാൽ കട ഏകദേശം 8 മണി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഈ 4 ടയർ ഒറ്റയടിക്ക് എടുക്കണതുകൊണ്ട് തന്നെ അവർ വൈകി ചെന്നാലും, അതായത് കട അടയ്ക്കണേക്ക് മുന്നേ ചെന്നാലും നമുക്ക് സാധനം സെറ്റാക്കി തരും. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും ചെയ്യാനുണ്ട് വണ്ടിക്ക്. അത് ഈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇത് ടയർ പ്രഷറും മറ്റേ വെയിറ്റും മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ടയർ പുതിയത് മേടിച്ചിട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ മാറ്റാൻ പോണ ടയർ ആദ്യമായിട്ട്, അതായത് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ടയർ മാറ്റുന്നത്, 4 ടയറും പുതിയതാക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ മാറ്റിയത് 60,000 ചില്ലാൻ കിലോമീറ്ററിലാണ് നമ്മൾ 4 ടയറും മാറ്റിയത്. നന്നായിട്ട് തേഞ്ഞപ്പോൾ അത് നൂല് വരെ കണ്ടു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ മാറ്റിയത്. പക്ഷേ ഇതിനകത്ത് മറ്റേ അധികം, അതായത് പല ആംഗിളിലും പല രീതിയിലാണ് തേഞ്ഞേക്കുന്നത്. അതായത് ഓട്ടത്തിൽ നമുക്ക് ചെറുതായിട്ട് വൈബ്രേഷനൊക്കെ അടിക്കുന്നുണ്ട്. നല്ല ഇതായിട്ട്, അതായത് നിരപ്പുള്ള ഒരു ചെറുതായിട്ട് പതിയെ ഓടുമ്പോൾ നല്ല രീതിയിൽ ഇതായി അടിക്കുന്നുണ്ട്. ആ ഒരു തേയലിൻ്റെ, അതായത് ചില സ്ഥലങ്ങളിലെ ത്രെഡിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 ടയർ ഒരുമിച്ച് മാറ്റുന്നത്. കാരണം എങ്ങനെ വരും എന്ന്, അതായത് ഈ 4 ടയർ ഒരുമിച്ച് മാറ്റി ഇനി അടുത്ത ഒരു 60,000 കിലോമീറ്ററാണ് നമ്മൾ മാക്സിമം നോക്കണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഓടിയിട്ടുണ്ട്. ഏകദേശം 67,000 കിലോമീറ്ററോളം കൂടുതൽ ഓടിയിട്ടുണ്ട്. 7,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ. 7,000 അല്ലെങ്കിൽ 60,000 കിലോമീറ്ററിനേക്കാളും കുറച്ച് കൂടി ഓടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ മാറ്റാം എന്ന് വിചാരിച്ചത്. കാരണം വെച്ചാൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം, പക്ഷേ ഇനി വരാൻ പോകുന്നത് ഓണത്തിൻ്റെ സമയമാണ്. അപ്പോൾ കൂടുതൽ ലോങ് ട്രിപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തിട്ടുണ്ട് നല്ല രീതിയിൽ ട്രിപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ലാഭത്തിന് വേണ്ടി ഇപ്പോൾ ഇടണ്ട എന്നൊക്കെ വിചാരിച്ച്, അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ടയർ മേടിക്കാലോ എന്നൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ഹാൻഡ് ടയറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോൾ വേണമെങ്കിലും ഡാമേജ് ആവാം, അല്ലെങ്കിൽ ചെറിയ പാച്ച് വർക്കൊക്കെ വരാം. കാരണം വെച്ചാൽ ഈ സെക്കൻഡ് ഹാൻഡ് ടയർ വിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയ രീതിയിലുള്ള ഇതൊക്കെ വരുമ്പോഴാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കട്ടിങ്, ഒരു ചെറിയ പാച്ച് വർക്കോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ അവർ ടയർ മാറ്റുന്നത്. അത് ഒരുവിധം റിപ്പയറൊക്കെ ചെയ്താണ് സെക്കൻഡ് ഹാൻഡാക്കി വിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും പ്രൈസും കുറവ്. അപ്പം നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് ടയർ മേടിച്ചിട്ട് ഓടിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പറയും റിപ്പയർ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തു തരാം. ഓക്കെ, അവർ അത് ചെയ്യുകയും ചെയ്യും കേട്ടോ. പക്ഷെ നമുക്ക് അപ്പോഴും ഒരു സമയനഷ്ടം എപ്പോഴും വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ റിപ്പയറിങ്ങിന് മാത്രമായിട്ട് നമ്മൾ അത് ചെയ്യാതെ നമുക്ക് പോകാനും പറ്റില്ല. വെറുതെ കയ്യിലെ കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിക്കണ പോലെയാവും. ഇതാകുമ്പോൾ പുത്തൻ ടയറാണ്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഗ്യാരണ്ടി, അതായത് പുത്തൻ ടയർ ആയതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റും അവർക്ക്, മറ്റേ ക്ലെയിം ചെയ്യുകയോ അങ്ങനെ വല്ലതും ചെയ്യാം. അതുകൊണ്ടാണ് പുത്തൻ ടയർ മേടിക്കണം. പിന്നെ നമ്മൾ പോകുന്ന കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ടയേഴ്സ് ആലുവ. അത് ഞാൻ വർഷങ്ങളായിട്ട്, അതായത് ഈ വണ്ടി മേടിച്ചതിന് ശേഷം അവിടെ നിന്നാണ് വീൽ അലൈൻമെൻറ്റും പിന്നെ ഈ കഴിഞ്ഞ ടയർ റീപ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ 2 ടയർ അവിടെ നിന്നാണ് മേടിച്ചത്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം റീപ്ലേസ്മെൻറ്റ് ചെയ്യണതുകൊണ്ട് അളിയൻ, അതായത് എൻ്റെ അളിയൻ പറഞ്ഞു നമുക്ക് അറിയാവുന്ന ഒരു കടയുണ്ട്, അവിടെ സെക്കൻഡ് ഹാൻഡ് ടയർ കിട്ടും. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് വലിയ തൃപ്തിയൊന്നും ആവാത്തതുകൊണ്ട് ഞാൻ എന്തുട്ടാണ് ഒരു പുതിയ ടയർ ആ കടയിൽ നിന്ന് തന്നെ മേടിച്ചിടുക ചെയ്തത്. സ്റ്റെപ്പിന് ടയർ പുതിയതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടയർ എക്സ്ട്രാ, ഒരു 400-500 എക്സ്ട്രാ മുടക്കി ആ ടയർ മേടിച്ചിട്ട് എന്തുട്ടാണ്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് നമുക്ക് സർവീസിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ടായില്ല. അപ്പോൾ മറ്റേ സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പുതിയ ടയർ മേടിക്കാൻ പ്രഷർ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ, അതായത് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ എന്നിരുന്നാൽ പോലും അവർ ഇതിൻ്റെ വില, ടയറിൻ്റെ വില ഒരു കുറയ്ക്കത്തില്ല. അത് മാത്രമല്ല അതിന് സർവീസ് ചാർജും ഇത് വർക്കിംഗ് എക്സ്പെൻസ് അങ്ങനെ പല സാധനങ്ങളൊക്കെ കൂട്ടിയിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നേരെ ഇപ്പോൾ സർവീസും ചെയ്യാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് മുമ്പായിട്ട് ടയർ 4 മാറ്റുന്നത്. ഇതാകുമ്പോൾ നമുക്ക് അറിയാവുന്ന കടയാണ്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അറിയാവുന്ന കട എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളെ നമുക്ക് പരിചയമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അയാൾ കടയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ട്രിപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തോരം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ല. ഇപ്പം 2:45 എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ആലുവയിലേക്ക് ഓട്ടം കിട്ടും, അല്ല ആലുവ അല്ലെങ്കിൽ കളമശ്ശേരിയിലേക്ക് ഓട്ടം കിട്ടും, ഉറപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ പാതാളം വരെ കിട്ടിയാലും കുഴപ്പമില്ല. നമുക്ക് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുകൂടാതെ തന്നെ നമ്മുടെ ടയറിൻ്റെ സിറ്റുവേഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, തേഞ്ഞിരിക്കണ ആ രീതിയൊക്കെ. അപ്പോൾ ഏകദേശം കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി, അതായത് യൂബർ ഓടിക്കുന്നവരായാലും ശരി, മറ്റേ പേഴ്സണിലോട്ട് ഓടുന്നവർക്ക് പിന്നെ ഓൾറെഡി അറിയാം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. മെയിനായിട്ട് യൂബർ ഓടിക്കുന്നവർക്കാണ് ഞാൻ ടിപ്സ് പറഞ്ഞു തന്നത്. ഒരിക്കലും നമ്മൾ കിട്ടുന്ന കാശ് മുഴുവനായിട്ടും ചിലവാക്കരുത്. ഈ വണ്ടി മേടിച്ച് ഓടുമ്പോൾ ഡെയിലി നമ്മൾ ടയറിന് ഇത്ര രൂപ, അതായത് ടയറെല്ലാം മാറ്റേണ്ടത്. ഈ ടയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂബർ ഓടാൻ പറ്റൂ, ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ടയർ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടത്തില്ല. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ടയറിന് എന്തിട്ടാണ് ഇത്ര രൂപ, അതായത് മാക്സിമം നമ്മളൊരു 50,000-60,000 കിലോമീറ്റർ മെയിനായിട്ട് കണക്കൂട്ടിയേക്കണം. അപ്പോൾ അത്ര ഓടണമെങ്കിൽ ഒരു ദിവസം കിലോമീറ്ററിന് എത്ര രൂപ വെച്ച് നമുക്ക് മാറ്റി വെക്കണം എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. അതേപോലെ തന്നെ വണ്ടിയുടെ സർവീസ് പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഓടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടി വഴി കിടക്കും. അപ്പോൾ 10,000 കിലോമീറ്ററിലാണ് ഓരോ സർവീസും നടത്തേണ്ടത്. അപ്പോൾ
ഒരു കിലോമീറ്ററിന് ഓരോ ദിവസം ഓടുന്ന കിലോമീറ്റർ അനുസരിച്ച് മിനിമം ഒരു കിലോമീറ്ററിന് നമുക്ക് 14 രൂപ വെച്ച് കളക്ഷൻ കിട്ടണമെങ്കിൽ, അതായത് നമ്മൾ ടോട്ടൽ കിട്ടണ വരുമാനവും അതേപോലെ തന്നെ ടോട്ടൽ ഓടിയ കിലോമീറ്ററും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കിലോമീറ്ററിന് എത്ര വെച്ച് വരുമാനം കിട്ടുമെന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഏകദേശം നമ്മൾ ഒരു സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോൾ മാക്സിമം നോർമൽ സർവീസിന് എത്രയെന്ന് നമുക്ക് ഒരു കണക്കുണ്ടാവും. ആ കണക്ക് വെച്ചിട്ട് വേണം നമ്മൾ 10,000 കിലോമീറ്ററിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം ഒരു കിലോമീറ്ററിന് എത്ര രൂപ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അത് നോർമൽ സർവീസിൻ്റെ സർവീസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാസം 1,000 രൂപ അഡീഷണൽ ചേർത്തിട്ടേക്കണം. കാരണം വെച്ചാൽ ഈ സർവീസിൽ ഇപ്പോൾ മെയിനായിട്ട് പെടുന്നത് ഓയിൽ ചേഞ്ച്, അങ്ങനത്തെ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ, ഓയിൽ ചേഞ്ച്, ഫിൽട്ടർ ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ അഡീഷണൽ ഇപ്പോൾ ബ്രേക്ക് പാഡ് തേഞ്ഞു പോയി അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊക്കെ, അതായത് ക്ലച്ചിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അഡീഷണൽ പേയ്മെൻ്റ് ആവും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം 1,500 രൂപ നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ, അതായത് ഒരു ദിവസം 50 രൂപ വെച്ച് നമ്മൾ മെയിൻ്റനൻസിനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ, അതായത് മൂവബിൾ എക്സ്പെൻസ് എന്ന് പറയും അതിനെ, അങ്ങനെ ആ കേസ് നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ചെന്നിട്ട് സാധാരണ ഒരു ഇത്തിരി വൈകിയാലും കുഴപ്പമില്ലാത്ത സംഗതികളാണ്. നമ്മൾ ഉറപ്പായിട്ടും കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള കാശ് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂഞ്ചും. ഇപ്പോൾ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി അങ്ങനെ ചെയ്യാനായിട്ട് ഇത്തിരി വൈകിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കൂട്ടി വെക്കാൻ തുടങ്ങിയത് ഇത്തിരി വൈകിയാണ് കൂട്ടി വെക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾ വണ്ടിയുടെ CC ഉണ്ടായിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് മാറി ഇങ്ങോട്ടേക്ക് കുറച്ച് മാറും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ CC എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ മാറ്റി വെച്ചപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 18 രൂപ 19 രൂപയോളം നമുക്കിപ്പോൾ ടയർ മാറ്റി വെക്കാൻ ചിലവ് തന്നെയുണ്ട്, 4 ടയറും പുതിയത് വെക്കാനായിട്ട്. അപ്പോൾ ഇതിൽ എനിക്ക് 14 രൂപയോളം നമുക്ക് എൻ്റെ കയ്യിൽ സ്വരുക്കൂട്ടി വെച്ചതാണ്. ബാക്കി 4,000 രൂപ തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് കടം മേടിച്ചേക്കുന്നതാണ്. കടം മേടിച്ചൊക്കെ എന്ന് പറയാൻ പറ്റില്ല, തന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നത്. പക്ഷെ ഞാനത് തിരിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മളൊരു ബിസിനസ് സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഒരു കടം വാങ്ങിയ രീതിയിൽ വേണം കണക്കാക്കാൻ. അല്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മേടിച്ചാലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാതിരിക്കരുത്. നമ്മൾ ഒരു ബിസിനസ് രീതിയിലാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. മേടിച്ച കാശ് ആരുടെ അടുത്തുനിന്നാണെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സ്വന്തം അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തു നിന്നാണെങ്കിൽ പോലും നമ്മളത് മേടിച്ച കാശ് തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു ബിസിനസ്സായിട്ട് നമ്മളത് കൂട്ടുക. അപ്പോൾ തൽക്കാലത്തേക്ക് കാശില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് കാശ് മേടിച്ചു. അപ്പോൾ അത് ഈ ഓണം ടൈമിൽ ഓടിയിട്ട് വേണം അതിൻ്റെ കാശ് റിട്ടേൺ കൊടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച പിന്നെ സർവീസ് നടത്താറുണ്ട്. ഇനി ഈ പുതിയ ടയർ ഇട്ട് എന്തിട്ടാണ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നന്നായിട്ട് ഓടിയിട്ടാണ് ആ കാശ് കൊണ്ട് നമുക്ക് സർവീസ് നടത്താനായിട്ട്. ഈ സർവീസ് കഴിഞ്ഞതിന് ശേഷം വേണം വീണ്ടും പഴയതുപോലെ, അതായത് ഇത്ര രൂപ കണക്കൂട്ടി ഇതെല്ലാം ചെയ്ത് കാൽക്കുലേഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് യൂബറിൽ ഫസ്റ്റ് ടൈം ഓടാനായിട്ട് ഇരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ എക്സ്പെൻസ് കിലോമീറ്റർ സംബന്ധിച്ചിട്ടുള്ള, അതായത് മൂവബിൾ എക്സ്പെൻസ് എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ചെറിയ രീതിയിലല്ല, എന്നാൽ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൂടുതൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങളും അപ്പോൾ തന്നെ കയറി വരും. അപ്പോൾ കർക്കശമായിട്ട് നമ്മൾ ഈ എക്സ്പെൻസിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടയറിൻ്റെ കോലം കാണാം കേട്ടോ. ഇനി അതിനിടയ്ക്ക് ട്രിപ്പ് കിട്ടിയാൽ നമുക്ക് ട്രിപ്പും പോവാം. അപ്പോൾ ഈ ടയറാണ് നമുക്ക് മാറ്റുവാനുള്ളത്. നിലവിൽ ഉണ്ട്, കണ്ടില്ലേ, തേഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. നടുക്ക് മാത്രം കുറച്ച് ത്രെഡ് ഉണ്ട്, പക്ഷെ അപ്പുറത്ത്
ത്രെഡ് വളരെ കുറവാണ്. അപ്പോൾ ഇതും ഈ ടയറും മാറ്റാനുണ്ട്. അതേപോലെ തന്നെ ഇതിലും ത്രെഡ് വളരെ കുറവാണ്. കണ്ടില്ലേ, തേഞ്ഞ് ഇതായി കിടക്കുകയാണ്. അപ്പം ഇതും ഇത് പിന്നെ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നില്ല. പിന്നും ത്രെഡ് കുറച്ചും കൂടെ ഉള്ളൊരു ടയറാണ്. അപ്പോൾ ഈ ടയർ നമ്മൾ സ്റ്റെപ്പിലേക്ക് മാറ്റും. ഇത് പിന്നെ ഓൾറെഡി കാണേണ്ട ആവശ്യമില്ല, ഓൾറെഡി തേഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ? നിലവിൽ ഇതാണ് നമ്മുടെ സ്റ്റെപ്പിന് ടയർ. സ്റ്റെപ്പിന് ടയർ ഫുള്ള് പോയി കിടക്കുകയാണ്. അപ്പം നമ്മൾ ഈ ടയറിൽ പുതിയ ടയർ, ഈ ടയറും പിന്നെ മുന്നിലെ ലെഫ്റ്റ് സൈഡിലുള്ള ടയർ ഒഴിച്ച് ബാക്കി 3 ടയറിലും പുതിയ ടയർ ഇട്ടിട്ട് ഏറ്റവും മുന്നിലുള്ള ആ ലെഫ്റ്റ് സൈഡിലുള്ള ടയർ എടുത്ത് നമ്മൾ സ്റ്റെപ്പിനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടയർ എടുത്ത് നോക്കാം. ഇത് അപ്പോളോൻ്റെ ടയറാണ്. ഒരുവിധം ഒരേ രീതിയിൽ ഇത് ചെയ്തേക്കുന്നത്, അതായത് ഒരേ രീതിയിൽ തേയൽ റിസൾട്ട് അറിയാൻ പറ്റുന്നത് ഇതിനകത്താണ്. ബാക്കി കണ്ട ജാക്കിൻ്റെ ടയറുകളെല്ലാം വ്യത്യസ്ത രീതിയിലാണ് തേയൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് കിട്ടിയായിരുന്നു ആലുവയിലേക്ക്. പക്ഷെ അത് നമ്മുടെ മുപ്പത്തടം വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു അതായത് മാഡത്തിനെ കൊണ്ട് അവിടെ നിന്ന് ആലുവ കുഞ്ഞുണ്ണിക്കരയിൽ പോകാനായിരുന്നു. അപ്പോൾ അവർക്ക് ഇൻസ്പെക്ഷനെല്ലാം കഴിഞ്ഞിട്ട് വേറൊരാളെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇൻസ്പെക്ഷനെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വില്ലേജ് ഓഫീസിലേക്ക് വരണമെന്ന് അവർക്ക് 5 മിനിറ്റ് പോലും ഇല്ല അവിടെ അവർക്ക് ചിലവഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച്, മീൻസ് മാഡം അല്ല, ബുക്ക് ചെയ്ത ആൾ ചോദിച്ചു, ഒന്ന് റിട്ടേൺ കൊണ്ടുപോയി ആക്കാൻ പറ്റുമോ, നമ്മൾ കാശ് എത്രയെന്ന് വെച്ചാൽ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെ എന്തിനാണ് ശരി ഓക്കെ ആക്കാം. ഞാൻ 1 മണിക്കൂറൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടിയുടെ പണി സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം തന്നെ ഒരു 5 മിനിറ്റ് ഉള്ളൂ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്നാൽ ശരിയെന്നാൽ നമുക്ക് കൊണ്ടാക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ 188 രൂപയാണ് നമുക്ക് ആലുവ വരെ പോയ കളക്ഷൻ കിട്ടിയത്. പിന്നെ നമ്മുടെ വക 190 രൂപ അവിടുത്തെ റിട്ടേൺ അടിച്ചതിൻ്റെ ഉണ്ടായി. അപ്പോൾ ഏകദേശം 300 ചെല്ലാനും കണ്ടും. പക്ഷേ കസ്റ്റമർ മറ്റേ യൂബറിന് കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കുന്നത് പെൻഡിങ് ഉണ്ടായി. എല്ലാം കൂടെ ചേർത്ത് മൊത്തം 500 രൂപ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇതുവരെയുള്ള വരുമാനം നമ്മുടെ 300 അതോ 350 370 ആ റേഞ്ച് എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വീണ്ടും ഇത് വെച്ചേക്കാണ്, ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത് കിട്ടാനായിട്ട്, ട്രിപ്പ് കിട്ടാനായിട്ട്. ആലുവയിലേക്ക് കിട്ടുക അല്ലെങ്കിൽ കളമശ്ശേരിക്ക് കിട്ടുക, എങ്ങോട്ടാണെങ്കിലും നമ്മൾ സെറ്റാണ്. അപ്പോൾ ഡീസലും ഇനി കുറവാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നല്ല, ഏകദേശം 100 കിലോമീറ്റർ ഓടാനുള്ള ഡീസൽ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത്രയൊന്നും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇനി നമുക്ക് ആലുവയിൽ ചെന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡീസൽ അടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരും. കാരണം വെച്ചാൽ സംഭവങ്ങളൊക്കെ ഇനി സെറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കാലടിച്ച് പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഓൺലൈൻ ട്രിപ്പും അതിൻ്റെ ഒപ്പം തന്നെ പേഴ്സണൽ ട്രിപ്പും അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ, പിന്നെ ഇന്ന് ഓടാൻ ഉദ്ദേശമല്ല, പിന്നെ ഇത് വെറുതെ കാലടിച്ച് പോകണ്ടല്ലോ എന്ന് വെച്ച് ഓൺ ചെയ്തത്. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം 4:22 ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഒരു 4:30 4:45 വരെ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ 5 മണി വരെ നീളും.
എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ വെച്ച് പിടിക്കാം കമ്പനിപ്പടിയിലേക്ക്, ടയർ മാറ്റാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. 5 മണിയായി. അപ്പോൾ നമ്മൾ പതിയെ മൂവ് ചെയ്യണം കേട്ടോ. നമുക്ക് നേരെ കമ്പനിപ്പടി ആ ടയറിൻ്റെ ഷോപ്പിലേക്ക് പോവാം. കാരണം ഇനി വൈകിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം വെച്ചാൽ വൈകുന്നേരം ആവും തോറും ടയർ ഷോപ്പിൽ തിരക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറേയും കൂടെ ഡിലേ ആയി പോകും. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടിയാൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടയർ ഷോപ്പിൽ പോയിട്ട് കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലോബൽ ടയേഴ്സ് ആലുവ. ഇവിടെയാണ് നമ്മൾ വീൽ എലമെൻറ്റും വീൽ ബാലൻസിങ്ങും പിന്നെ ടയറൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. മെട്രോ പില്ലർ നമ്പർ 105ൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീൽ ബാലൻസിങ്, പുതിയ ടയറിട്ട് വീൽ ബാലൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വീൽ അലൈൻമെൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓരോ 5000 കിലോമീറ്ററിലും പിന്നെ പുതിയ ടയർ ഇടുമ്പോഴും ഈ വീൽ അലൈൻമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് നമ്മുടെ ഷോറൂമിലേക്ക് ഒരു അഡാറ് ഐറ്റം കൂടെ കയറി വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാവേ. നമ്മുടെ ടൊയോട്ട കമ്പനിയുടെ ലൈനസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കയറി വന്നേക്കണേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടയർ 4 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടയർ, കട്ടിയുള്ള ഒരു ടയർ നമ്മൾ സ്റ്റെപ്പിനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറ്റേ 4 ടയർ ഒരുമിച്ച് മേടിച്ചുകൊണ്ടാന്ന് തോന്നുന്നത്. ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗ്ലോബൽ ടയേഴ്സിൽ നിന്ന്. നമ്മുടെ വണ്ടിയിലൊക്കെ വെക്കണ ഇതാണ്. മറ്റേ എന്തോന്നാണ് നോക്കട്ടെ കേട്ടാ, എന്താ സാധനം, ഇതെന്തോന്നാണ്, യോക്കോഹോമ. അതൊക്കെ എന്ത് പണ്ടാരോണ്, എന്ത് പണ്ടാരോട് ആക്കറിയാ, പൊടി പിടിച്ചൊരു ഗിഫ്റ്റ്. എന്തായാലും ഇത് കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണേക്കാളും എന്താണ് സംഭവം എന്നറിയത്തില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല ഒരു ഗിഫ്റ്റ് എന്തായാലും കിട്ടിയല്ല. നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ, ഇതേപോലത്തെ മോഡലൊക്കെ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഏകദേശം 100, 150, 200 രൂപയൊക്കെ വില ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഇപ്പോൾ നോട്ട് ചെയ്തൊക്കെ 1,27,432 കിലോമീറ്ററിലാണ് നമ്മൾ ടയർ മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇതാണ് വീൽ അലൈൻമെൻറ്റ് റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് നോക്കാം, ബില്ല് എത്ര. നമുക്ക് ടോട്ടൽ വന്നേക്കണ ബില്ലെന്ന് പറയുന്നത് 17,700 കേട്ടോ. അതായത് ബില്ല് പിന്നെ നോക്കാം. അതായത് ഏകദേശം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു വെച്ചത് 4,500 എന്നായിരുന്നു നോർമൽ ടയറിന്. അപ്പോൾ ഞാൻ ജെക്കെ ടയേഴ്സാണ് ഇത് ചെയ്ത് വെച്ചത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് കാൽക്കുലേറ്റ് ചെയ്ത ഏറ്റവും അവസാനം 4,300 ആക്കി. 4,300 ഒരു ടയറിൻ്റെ വില. അപ്പോൾ 4 ടയർ ഒരുമിച്ചെടുക്കുക. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റിന് ഓൾറെഡി കുറച്ചിട്ടുണ്ട്. 500 രൂപ വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ് കൂടെ 500 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ മൊത്തം ആണ് 17,700 വിത്ത് ടാക്സ്. അതായത് ഇൻക്ലൂഡിങ് ടാക്സ് ഉണ്ടോ, അല്ല വിത്തൗട്ട് ടാക്സ് അല്ല, മൊത്തം 17,700. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പുതിയ ടയർ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ച് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഓരോ 5000 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കിലോമീറ്റർ, അതായത് ഇപ്പോൾ നമ്മൾ മാറിയ കിലോമീറ്റർ 60,000 കിലോമീറ്റർ വരെ നമുക്ക് ഈ ടയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വിലക്കുറവിൽ തന്നെ എല്ലാം തീർക്കാൻ പറ്റി. കാരണം ഞാൻ ഉദ്ദേശിച്ച 18 പിന്നെ വീൽ എലമെൻ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 18, 19 ആ റേഞ്ച് വരുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം 17,700, അത് 18 രൂപക്കുള്ളിൽ തന്നെ എല്ലാം തീർക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.